ഇതാണ് ഇമോജീസിന്റെ ലോകമായ ടെക്സ്റ്റോപോളിസ്. അവിടെ ഓരോ ഇമോജീസിനും എല്ലായ്പ്പോഴും ഒരേ ഡ്യൂട്ടി തന്നെയാണ്. അതായത് ക്രിസ്മസ് ട്രീക്ക് ഏത് മാസമായാലും ക്രിസ്മസ് ആണ്. അവൻ സെപ്റ്റംബറിലും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിൻസസ് ഇമോജീസ് എപ്പോഴും സുന്ദരിമാരായി ഒരുങ്ങി നടക്കണം. ക്രൈ ഫേസ് തനിക്ക് ലോട്ടറി അടിച്ചാലും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോട്ടറി ഫേസ് കൈയൊടിഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഹീറോ മേ, അതായത് സാഡ് ഫേസ്. അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ തന്റെ ഫേസ് എങ്ങനെയാണ് സാഡാക്കി വെക്കേണ്ടതെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറത്തേക്കിറങ്ങിയവൻ ഡോണറ്റ് ഇമോജിയുടെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ തന്റെ ഫീലിംഗ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്നു. ആക്ച്വലി ഇതാണ് മേയുടെ പ്രോബ്ലം. അവന് തന്റെ റിയൽ ഫേസിൽ തന്നെ ആയിരിക്കാൻ കഴിയുന്നില്ല. ഇന്നവന്റെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. ഇവരാണ് മേയുടെ പാരന്റ്സ്. അവർ എപ്പോഴും സാഡ് ഫേസിൽ തന്നെ ഇരിക്കുന്നു. അവർ അവനോട് നീയും എപ്പോഴും സാഡായി തന്നെ ഇരിക്കണം, മറ്റുള്ള റിയാക്ഷൻസ് കാണിക്കാൻ പാടില്ലെന്ന് പറയുന്നു. അവൻ റെഡി ആവാത്തത് കൊണ്ട് അമ്മ അവനെ ക്യൂബിലേക്ക് അയക്കില്ലെന്ന് പറയുന്നു. പക്ഷെ അവൻ സാഡ് ഫേസ് വെച്ച് കാണിച്ച് അവരെ കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കുന്നു. അങ്ങനെ അവൻ ഇമോജീസിനെ സൂക്ഷിക്കുന്ന ക്യൂബിലേക്ക് വരുന്നു. ഇവരുടെ ഫോണിന്റെ ഓണർ അവരിൽ ആരെയാണോ സെലക്ട് ചെയ്യുന്നത് അവിടെയുള്ള മെഷീൻ അവരെ കോപ്പി ചെയ്ത് ഫോണിലെ ടെക്സ്റ്റ് മെസ്സേജിലേക്ക് അയക്കും. അങ്ങനെ അവരുടെ ഫോണിന്റെ ഓണർ താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന് മെസ്സേജ് അയക്കുന്നതിനായി ഒരു ഇമോജി സെർച്ച് ചെയ്യുന്നു. ക്യൂബിനകത്തുള്ള എല്ലാവരും എന്നെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ അവൻ മേയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അവർ സ്കാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് മേ പാനിക് ആവുന്നു. അവൻ അതിന് റെഡി ആയില്ലെന്ന് പറയുന്നു. അവൻ പേടിച്ചത് കൊണ്ട് തന്നെ പല ഫേസ് മാറി മാറി വന്ന് അവസാനം ഏതോ ഒരു ഫേസ് സെലക്ട് ആവുന്നു. ചുറ്റുമുണ്ടായിരുന്നവർ അത് കണ്ട് പാനിക് ആവുന്നു. നോക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് 3-4 എക്സ്പ്രഷൻസ് മിക്സ് ആയ ഒരു ഇമോജിയാണ് കിട്ടിയിരിക്കുന്നത്. അവൻ തെറ്റായ ഇമോജി കൊടുത്തത് കൊണ്ട് അവനെ ഉടനെ അവിടെ നിന്ന് പുറത്താക്കാൻ പറയുന്നു. പാനിക്കായ മേ ആ സ്കാനറിലേക്ക് ചാടുന്നു. സ്കാനറിന്റെ കൺട്രോൾ നഷ്ടമായി ഇമോജീസിന്റെ ക്യൂബിലിടിച്ച് അത് ഡാമേജ് ആവുന്നു. അവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഇമോജി ഹെഡ് അവൻ പറയുന്നതൊന്നും കേൾക്കാതെ അവനൊരു വൈറസ് ആണെന്ന് പറഞ്ഞ് അവനെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതായി പറയുന്നു. അതിനായി ആന്റി വൈറസ് റോബോട്ട്സിനെ വരുത്തുന്നു. പേടിച്ചുപോയ മേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു.